നമസ്കാരം. എക്സിറ്റ് പോൾ ഫലങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് അങ്ങനെ പറയാനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളിലും 175 മുതൽ 200 സീറ്റ് വരെ മാത്രമാണ് മഹായുതി സഖ്യത്തിന്, അതായത് BJP നയിക്കുന്ന മഹായുതി സഖ്യത്തിന് ലീഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. സീറ്റുകൾ ലഭിക്കും 200 സീറ്റുകൾ വരെ എന്നുള്ളതാണ്. പക്ഷെ അത് കാറ്റിൽ പറന്നുകൊണ്ട് അത് 226 കുതിച്ചു കയറും. നമുക്കറിയാം 288 സീറ്റുകളാണ് അവിടെയുള്ളത്. അതിൽ 145 വരെ മതി കേവല ഭൂരിപക്ഷത്തിന്. ആ സാഹചര്യത്തിലാണ് BJP നേതൃത്വം കൊടുക്കുന്ന മഹായുതി സഖ്യം 226 എന്ന് പറയുന്ന ഒരു മാജിക്കൽ ഫിഗറിലേക്ക് കുതിച്ചു കയറിയിരിക്കുന്നത്. അതായത് ആരെയും കൂട്ടുപിടിക്കാതെ, ഈ പറയുന്ന കുതിരക്കച്ചവടം നടത്താതെ, പണം വാരി എറിയാതെ നൈസായി തുടർഭരണത്തിലേക്ക് മഹാരാഷ്ട്ര പോകുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി നേടിയിരിക്കുന്നത് വെറും 16 സീറ്റാണ് എന്ന് ആലോചിച്ച് നോക്കുക. ഒരു കാലത്ത് രാജ്യം ഭരിച്ച ഒരു സർക്കാർ നിലനിർത്തിക്കൊണ്ടുപോയ ഒരു രാഷ്ട്രീയ പാർട്ടി ഈ മഹാരാഷ്ട്രയിൽ നടന്ന അതിശക്തമായ മത്സരം, ഒരുപക്ഷെ രാജ്യമെങ്ങും ഉറ്റുനോക്കുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ മഹാരാഷ്ട്ര തന്നെയായിരിക്കും. ആ മഹാരാഷ്ട്രയിൽ നേടിയിരിക്കുന്ന സീറ്റ് എന്ന് പറഞ്ഞാൽ വെറും 16 സീറ്റുകളാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും ആ തോൽവിയുടെ ഡെപ്ത് എത്രത്തോളമാണ് എന്ന്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇനി മഹായുതിയിൽ ഇനി 226 സീറ്റുകളിൽ ഉള്ളതിൽ അതിൽ 132 സീറ്റുകളിൽ BJP വിജയിച്ചിരിക്കുന്നു. അതുപോലെ ശിവസേന, ഷിൻഡെ വിഭാഗത്തിൻ്റെ ശിവസേന 49 സീറ്റുകൾ, അജിത് പവാറിൻ്റെ NCP 37 സീറ്റുകൾ. ഇങ്ങനെ വളരെ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്, നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഏറ്റവും മികച്ച പ്രകടനം. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപാടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ പുറത്തു വന്നതോടുകൂടി അന്ന് എല്ലാവരും പറഞ്ഞു, കഴിഞ്ഞു, BJP മഹാരാഷ്ട്രയിൽ ഇനി ക്ലച്ച് പിടിക്കില്ല, ആ ഒരു സഖ്യം ഇനി മുന്നോട്ട് പോകില്ല, അവിടെ തീർന്നു എന്നെല്ലാവരും വിധി എഴുതിയ സാഹചര്യത്തിലാണ് BJP നയിക്കുന്ന ഈ സഖ്യം കുതിച്ച് മുന്നിലേക്ക് എത്തുന്നത് എന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ BJPക്ക് മാത്രമായി 132 സീറ്റുകളുണ്ട്. അതാണ് വളരെയധികം പ്രാധാന്യം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 48 സീറ്റ് ഉണ്ടായിരുന്നതിൽ മഹാവികാസ് അഘാടി നേടിയിരിക്കുന്നത് 30 സീറ്റുകളാണ്. 30 സീറ്റുകളും മഹായുതി എന്ന് പറയുന്ന BJP നയിക്കുന്ന സർക്കാർ നേടിയിരിക്കുന്നത് വെറും 17 സീറ്റുകളും മാത്രമായിരുന്നു. അതായത് സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ ആ സമയത്ത് നേടിയിരുന്നത് വെറും 17 സീറ്റുകൾ മാത്രം. ഇവിടെ മഹാവികാസ് അഘാടി പ്രതിപക്ഷത്തിരുന്ന സഖ്യം നേടിയിരിക്കുന്നത് 30 സീറ്റ് 40. ഇത്രയും ശക്തമായ നിലയിലേക്ക് ഈ പാർട്ടി കുതിച്ചു കയറിയപ്പോൾ, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ 10 സീറ്റുകൾ ഉള്ളതിൽ 7 സീറ്റുകൾ കോൺഗ്രസിന് അന്ന് നേടാൻ കഴിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് BJPക്ക് ഒറ്റകക്ഷി എന്നുള്ള നിലയിൽ നിന്ന് BJPക്ക് നേടാൻ കഴിഞ്ഞത് വെറും 3 സീറ്റ് മാത്രമാണ്. ഈ നിലയിൽ നിന്നാണ് ഇന്ന് കാണുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ ഇന്ന് കാണുന്ന മെച്ചപ്പെട്ട ഒരു നിലയിലേക്ക് 132 സീറ്റുകൾ എന്ന് പറയുന്ന അതിശക്തമായ ഒരു നിലയിലേക്ക് BJP വളർന്നു മാറിയത് തീർച്ചയായും തെരഞ്ഞെടുപ്പിൻ്റെ തന്ത്രം തന്നെയാണ്. സഞ്ജയ് റാവത്ത് എന്ന് പറയുന്ന ശിവസേന ഉദ്ധവ് താക്കറെയുടെ വിഭാഗക്കാരൻ പറയുന്ന പോലെ ഇവിടെ അട്ടിമറി നടന്നിട്ടുണ്ട്. ജനങ്ങൾ സത്യസന്ധതയുള്ളവരാണ്, ജനങ്ങൾ ചെയ്ത വോട്ടുകളല്ല, ഇവിടെ വേറെ എന്തോ തിരിമറി നടന്നിട്ടുണ്ട്. പ്രതിപക്ഷത്തിൻ്റെ സീറ്റുകൾ പലതും മോഷ്ടിച്ചു, കടന്നു കയറി, അതിക്രമിച്ചു കയറി എന്നൊക്കെയുള്ള തരത്തിൽ സഞ്ജയ് റാവത്ത് പ്രതികരിക്കുന്നുണ്ട്. കാര്യം തോൽവി ഉറപ്പായി കഴിഞ്ഞു. നമുക്കറിയാം ഇതിൻ്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുന്നതിന് മുമ്പ്, അതായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പാടെ തന്നെ മഹാവികാസ് അഘാടിയിൽ അടി തുടങ്ങി. ആ അടി എന്ന് പറഞ്ഞാൽ ആര് മുഖ്യമന്ത്രി ആകണം എന്നത് സംബന്ധിച്ച് നമുക്കറിയാം. തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല. റിസൾട്ട് വരുന്നതിന് മുൻപ് തന്നെ ഈ പറയുന്ന മുന്നണിക്കകത്ത് മുഖ്യമന്ത്രി സീറ്റിനെ മുഖ്യമന്ത്രി ആരാകണമെന്നത് സംബന്ധിച്ച് അടി തുടങ്ങി കഴിഞ്ഞു. ഉദ്ധവ് താക്കറെ ആവണോ, ശരത് പവാർ ആവണോ, ഇനി അതല്ല പുറത്തുനിന്ന് വേറെ ആരെങ്കിലും കൊണ്ടുവരണോ, ഇല്ലേ നാനാ പട്ടോളെ ആവണോ? നാനാ പട്ടോളയ്ക്കായിരുന്നു ഏറ്റവും കൂടുതൽ താല്പര്യം. കോൺഗ്രസിൻ്റെ അവിടുത്തെ അധ്യക്ഷനാണ്, PCC അധ്യക്ഷൻ. അദ്ദേഹത്തിന് നാനാ പട്ടോളയ്ക്ക് ആവണോ? ഇങ്ങനെ തുടങ്ങി നിരവധി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് വലിയ ചർച്ചകളൊന്നും മഹായുതിയിൽ നടന്നിട്ടില്ല. അവിടെ ഷിൻഡെ വരണോ ഫട്നാവിസ് വരണോ എന്നുള്ള കാര്യത്തിൽ മാത്രമായിരുന്നു ഏറെക്കുറെ തർക്കമുണ്ടായിരുന്നു. ഇത് തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് BJPയുമായി കൊമ്പ് കോർത്ത നിലയിലായിരുന്നു അജിത് പവാർ എന്ന് നമുക്കറിയാം. അജിത് പവാറിന്റെ മണ്ഡലത്തിലേക്ക് BJPയിലെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി വരരുത്, എൻ്റെ പ്രചരണ രംഗം നയിക്കേണ്ട കാര്യമില്ല എന്നുള്ള തരത്തിൽ വരെ അവരുടെ ഉള്ളിലെ ഭിന്നിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എല്ലാവരും വിധി എഴുതി. ഇത്തവണ എന്തു തന്നെ ആയിരുന്നാലും ഈ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അവിടെ മഹായുതിയുടെ സർക്കാർ വീഴും, BJP നയിക്കുന്ന സർക്കാർ വീണതിന് ശേഷം അവിടെ കോൺഗ്രസ് നയിക്കുന്ന ഈ പറയുന്ന മഹാവികാസ് അഘാടി MVA സഖ്യം കയറി വരും എന്ന് തന്നെ ചിന്തിച്ചതാണ്. എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും അത് വിലയിരുത്തുകയും ചെയ്തു. അതേസമയം ഫലങ്ങൾ പുറത്തു വരുമ്പോൾ എല്ലാം നേരെ തലതിരിഞ്ഞുപോയി. എക്സിറ്റ് പോൾ ഫലങ്ങളെ ശരിവെക്കുന്നതോ അല്ലെ എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് അപ്പുറത്തേക്ക് നിൽക്കുന്ന ഒരു റിസൾട്ടിലേക്കാണ് മഹാരാഷ്ട്ര കൊണ്ടെത്തി നിൽക്കുന്നത്. ഇതിൽ നമ്മൾ മഹാരാഷ്ട്രയുടെ പഞ്ചിങ് ആയ ഒരു സ്ഥലം അല്ലെ ഏറ്റവും വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലം വിദർഭ മേഖലയാണ്. ആ വിദർഭ മേഖലയിൽ ഏറെക്കുറെ കഴിഞ്ഞ തവണ കോൺഗ്രസിന് ആയിരുന്നു മുൻതൂക്കം ഉണ്ടായിരുന്നത്. ആ കോൺഗ്രസിനുണ്ടായിരുന്ന അവിടെ വിദർഭ മേഖലയിൽ തന്നെ 10 സീറ്റ് ഉണ്ടായിരുന്നില്ല, 7 പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ BJPക്ക് വെറും 3 അപ്പം വിദർഭ മേഖലയാണ് ഏറ്റവും ശക്തമായ ഒരു മേഖലയായി മാറിയിരിക്കുന്നത്. ആ വിദർഭ മേഖല പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ തന്നെ അവിടെ വിജയം ഉറപ്പിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പം അവിടെ ഇത്തവണ 44 സീറ്റുകൾ 2019 അവിടെ 44 സീറ്റുകൾ മാത്രമായിരുന്നു വിദർഭയിൽ അന്ന് BJP പിടിച്ചിരുന്നത്. അത് കഴിഞ്ഞ് BJP വെറും 19 സീറ്റുകളിലേക്ക് ഒതുങ്ങുകയും ചെയ്തു. അതായത് 19 ഏകദേശം 29 സീറ്റുകളിൽ മാത്രമായി അവർ ഒതുങ്ങുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ 62 സീറ്റുകളാണ് മുഴുവനായി ഉള്ളത്. അപ്പോൾ അവിടെ മികച്ച രീതിയിലൊരു മുന്നേറ്റം നടത്തിക്കൊണ്ട് പോകാൻ ഇത്തവണ ഇക്കുറി BJPക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് വിദർഭ. അവിടെ ശക്തമായൊരു മുന്നേറ്റം നടത്താൻ ഇത്തവണ BJPക്ക് കഴിഞ്ഞു. അവിടെ നമുക്കറിയാവുന്ന പോലെ ദളിത് സമുദായങ്ങളുണ്ട്, മറാത്തയുണ്ട്, മുസ്ലിം സമുദായങ്ങളുണ്ട്, കൻബി എന്ന് പറയുന്ന സമുദായമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത്രയും സമുദായങ്ങൾ അവിടെ ഒറ്റക്കെട്ടായി നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും ഇവിടെ ഒരു മികച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ BJP കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഘടനാപരമായ പാടവം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് കാണേണ്ടിയിരിക്കുന്നു. അതല്ല എങ്കിൽ മറിച്ചാണെങ്കിൽ ഈ പറയുന്ന RSS നയിക്കുന്ന RSSനെ അനുസരിക്കുന്ന സംഘപരിവാർ അജണ്ടകളെ അനുകൂലിച്ച് നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയിരിക്കണം അവിടെ പ്രവർത്തിച്ചത് എന്ന് നമുക്ക് കരുതേണ്ടി വരും. അതായത് വോട്ടിംഗ് മെഷീൻ EVM അടക്കം അട്ടിമറി നടന്നിട്ടുണ്ട് എന്ന സഞ്ജയ് റാവത്തിന്റെ പ്രസ്താവനയോട് നമുക്ക് യോജിക്കേണ്ടി വരും. സത്യസന്ധമായ തെരഞ്ഞെടുപ്പ് അല്ല നടന്നതെന്നുള്ളത്, സംഘടനാ പാടവം കൊണ്ടല്ല ഈ നേട്ടം ഉണ്ടാക്കിയത് എങ്കിൽ. അതേസമയം അവിടെ എന്തൊക്കെയായിരുന്നു ഇവർ പറഞ്ഞിരുന്നത്? അതായത് സോയാബീൻ്റെ വിലയുമായി ബന്ധപ്പെട്ട്, വില കുറയുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ചയിൽ കൊണ്ടുവന്നു. അതോടൊപ്പം ഈ പറയുന്ന ഈ മേഖലയിൽ തന്നെ വിദർഭ മേഖലയിൽ മുസ്ലിം തുടങ്ങിയ ദളിത് തുടങ്ങിയവരുടെ സംവരണ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചർച്ച നടന്നു. പിന്നീട് അവിടുത്തെ വിളകൾക്ക് മിനിമം താങ്ങുവില പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, കർഷകരെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പിന്നോക്ക സമുദായങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും ഉള്ള വാഗ്ദാനങ്ങൾ നിരവധി മഹാവികാസ് അഘാടി ഉണ്ടായിരുന്നു എങ്കിൽ പോലും സത്യത്തിൽ ഇത് BJPയുടെ സംഘടനാ പാഠം ഒന്നുകൊണ്ട് മാത്രമാണ് നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ഈ പറയുന്ന നിലയിലേക്ക് ഇവിടെ നമ്മൾ കോൺഗ്രസിൻ്റെ 16 സീറ്റ്, അതോടൊപ്പം ആകപ്പാടെ കിട്ടിയ 60 സീറ്റുകളാണ്. അതാ രസം. ഈ പറയുന്ന മഹായുതി സഖ്യത്തിനെതിരെ മത്സരിക്കുമ്പോൾ മഹാവികാസ് അഘാടി എന്ന് പറയുന്ന MVAക്ക് കിട്ടിയിരിക്കുന്ന വെറും 60 സീറ്റുകൾ മാത്രമാണ്. പിന്നീടോ ഇങ്ങോട്ട് വന്ന കോൺഗ്രസിന് വെറും 16 സീറ്റുകൾ. അതിൽ കൂടുതൽ സീറ്റുകൾ ഉദ്ധവ് താക്കറെയുടെ ശിവസേന നേടിയിട്ടുണ്ട്. ഏകദേശം 28 സീറ്റുകൾക്ക് മുകളിൽ ഉദ്ധവ് താക്കറെയുടെ ശിവസേന നേടിയിട്ടുണ്ട്. NCPയുടെ ശരത് പവാറിന് NCPക്ക് 12 സീറ്റുകൾ നേടിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി നേടിയ സീറ്റുകളുടെ എണ്ണമാണ് 16. സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? കോൺഗ്രസ് പാർട്ടിയുടെ വില നമ്മൾ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകൾ, 3 നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം അതാണ്. കഴിഞ്ഞ ഹരിയാനയിലെയും ഇപ്പോൾ അതിനു മുമ്പ് നടന്ന ജമ്മു കാശ്മീർ, ഹരിയാന, ഇപ്പോൾ അതേ മഹാരാഷ്ട്ര, ഈ 3 ഭാഗങ്ങളിലെയും തെരഞ്ഞെടുപ്പുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ 3 ഭാഗത്തും കോൺഗ്രസ്സിന് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹരിയാനയിൽ ഉണ്ടാകുമെന്ന് അവസാന നിമിഷം വരെ കരുതിയെങ്കിലും
ഫലങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ അവിടെയും കോൺഗ്രസ് പാർട്ടി നിലംപരിശായി. ഇവിടെ പിന്നെ ജമ്മു കാശ്മീരിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ജമ്മു കാശ്മീരിൽ അവിടെയും ഏകദേശം 6 സീറ്റുകളിലേക്ക് കോൺഗ്രസ് പാർട്ടി ഒതുങ്ങിപ്പോയി. വീണ്ടും മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളങ്ങ് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയെടുത്ത് വന്നപ്പോൾ അവിടെ കോൺഗ്രസ് 16 സീറ്റിൽ ഒതുങ്ങിപ്പോയി. ഇനി ആകപ്പാട് അവിടെ ജാർഖണ്ഡിലുള്ളത് JMM മാത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ JMM നയിക്കുന്ന ഇന്ത്യ മുന്നണിക്ക് 56 സീറ്റുകൾ ആണ് നേടാൻ കഴിഞ്ഞത്. BJP നയിക്കുന്ന NDAക്ക് വെറും 24 സീറ്റുകൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. മറ്റൊരു കക്ഷിക്ക് 1 സീറ്റ് നേടാൻ കഴിഞ്ഞു. അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 56 സീറ്റ് സേഫായി കാര്യങ്ങൾ. അവിടെ ഭരണം JMMന് തന്നെ അല്ലെങ്കിൽ ഹേമന്ത് സോറന് തന്നെ അവിടെ ഭരണം ലഭിക്കുന്ന ഒരവസ്ഥയിലേക്ക് ജാർഖണ്ഡ് എത്തിച്ചേർന്നു. ആ ഒരു ഭാഗത്തല്ലാതെ ഈ കഴിഞ്ഞുപോയ 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും BJPക്ക് കോൺഗ്രസ്സിന് ഒരു വ്യക്തമായ ഒരു നിലയിലേക്ക് അല്ലെങ്കിൽ ശക്തമായ ഒരു നിലയിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പരാജയമായി തന്നെ കാണാം. അവിടെ 29 സീറ്റുകളിൽ മത്സരിച്ചെങ്കിലും വളരെ കുറച്ച നേട്ടം മാത്രമാണ് അവിടെ കോൺഗ്രസ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള ജാർഖണ്ഡിൽ. അപ്പോൾ കോൺഗ്രസ് ഒരു ശക്തമായ പാർട്ടി എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറി ഇവിടെ മല്ലികാർജുൻ ഖാർഗെ വന്നപ്പോൾ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഈ ഭാരത് ജോഡോ യാത്രയും ഭാരത് ജോഡോ ന്യായ് യാത്രയും ഒക്കെ നടത്തിയ സാഹചര്യത്തിൽ നമ്മളെല്ലാവരും കരുതിയിരുന്നത് കോൺഗ്രസ് പാർട്ടി വളരെ ശക്തമായ ഒരു മുന്നേറ്റം നടത്തും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കാലം കഴിഞ്ഞപ്പോൾ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP കൂപ്പുകുത്തുകയും മറ്റുള്ള പാർട്ടികളെ കൂടിച്ചേർത്തുകൊണ്ട് ഒരു മന്ത്രിസഭ ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ ഇന്ത്യയിലുള്ള എല്ലാവരും കരുതി BJPയുടെ കാലം ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു. അമിത്ഷായും നരേന്ദ്രമോദിയും നയിക്കുന്ന ആ ഒരു ഗ്രൂപ്പിൻ്റെ അവസ്ഥ ഏകദേശം പരിങ്ങലിലായിരിക്കുന്നു. അതിൻ്റെ കാലം അവസാനിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് രാജ്യത്തുള്ള എല്ലാവരും വിധി എഴുതി. ഇനി രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജുൻ ഖാർഗെയുടെയും തോളിലേറി കോൺഗ്രസ് പാർട്ടി രാജ്യത്ത് വീണ്ടും ഒരു ഭരണശക്തിയായി മാറുമെന്ന് എല്ലാവരും കരുതി. പക്ഷേ നിലവിൽ ഈ 3 നിയമസഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും ഈ കോൺഗ്രസ് പാർട്ടി ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് വേണ്ടി കരുതേണ്ടി വരും. ഇപ്പോൾ ആകെ ആശ്വാസന വകയുള്ള പ്രിയങ്ക ഗാന്ധിയുടെ 3 ലക്ഷം വോട്ടിൻ്റെ വിജയം മാത്രമാണ് ആകെ കോൺഗ്രസിന് ദേശീയ തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ ആശ്വസിക്കാൻ വക കിട്ടുന്നത്. 3 ലക്ഷം വോട്ടിൻ്റെ വിജയം മാത്രം. അത് പ്രിയങ്ക ഗാന്ധി ഇവിടെ വന്ന് കേരളത്തിൽ വന്ന് മത്സരിച്ചുകൊണ്ട്, വയനാട്ടിൽ നിന്ന് മത്സരിച്ചുകൊണ്ട്. അപ്പം ഇതൊക്കെയാണ് കോൺഗ്രസിൻ്റെ ദാരുണാവസ്ഥയ്ക്ക് കാരണം. എന്ത് തന്നെ ആയിരുന്നാലും ഇനിയിപ്പോൾ ഉടൻ തന്നെ മിക്കവാറും ഷിൻഡെയോ ഫട്നാവിസോ ആരെങ്കിലും ഒരാൾ, ഈ 2 പേര് തമ്മിൽ ഇനി ഒരു കൊടിയ യുദ്ധം നടക്കേണ്ടിയിരിക്കുന്നു എന്ന് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. കാര്യം മുഖ്യമന്ത്രി ഇവരിൽ ആരാകുമെന്നുള്ള ഒരു കൺഫ്യൂഷൻ ഇപ്പോഴും നിലവിലുണ്ട്. അപ്പോൾ എന്നാലും ഏറ്റവും കൂടുതൽ ആളുകൾ ഷിൻഡെയാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നിൽ നിൽക്കുന്നത്. തൊട്ടു പിന്നാലെ ഫട്നാവിസും ഉണ്ട്. ഇനിയിപ്പോൾ അവർക്ക് ഇനി സംസാരിക്കാനുള്ള മുഖ്യമന്ത്രി ചർച്ച മാത്രമാണ്. ഇനി പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ആരിക്കണം എന്നതിനെ ചൊല്ലിയായിരിക്കും മഹാവികാസ് അഘാഡിയിൽ ഏറ്റവും കൂടുതൽ തല്ലി കടക്കാൻ പോകുന്നത്. ഈ പറയുന്ന 4 പേരും തമ്മിൽ മിക്കവാറും നാനാ പട്ടോളയായിരിക്കും ഈ ബാക്കിയുള്ളവരെല്ലാം എടുത്തിട്ട് അടിച്ച് നിലംപരിശാക്കാൻ പോകുന്ന ഒരാൾ.